ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ആഗസ്റ്റ് 5 ബുധഗ്രഹം കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് ബുധൻ്റെ ശത്രു രാശിയിലേക്ക് രാശി മാറുന്നു. ഈ ബുധൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശി മാറ്റം ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും ബുധൻ്റെ രാശി മാറ്റം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആഗസ്റ്റ് 2 ചൊവ്വാഗ്രഹം മിഥുനം രാശിയിലേക്ക് രാശി മാറിക്കഴിഞ്ഞു. അപ്പം മിഥുനം രാശിയിലാണ് ബുധൻ ഇപ്പോൾ നിൽക്കുന്നത്. ആ മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ ആഗസ്റ്റ് 5 കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. ആഗസ്റ്റ് 21 വരെ ബുധൻ കർക്കിടക രാശിയിൽ ഉണ്ടാകും. കർക്കിടക രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. ബുധൻ്റെ ശത്രു രാശിയാണ് കർക്കിടക രാശി എന്നുള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം കർക്കിടക രാശിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മാനസികമായിട്ട് ഒരു ചഞ്ചലാട്ടത്തിൻ്റെ സമയം എന്ന് പറയാം. നമ്മുടെ ചിന്തകളിൽ ഒരു വ്യതിയാനം ഉണ്ടാകാം. മാനസികമായിട്ട് ചിലർക്ക് സ്ട്രെസ് ഉണ്ടായെന്ന് വരാം. ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ സുഗമമാകണമെന്നില്ല. അതേസമയം ബിസിനസ്സുകാർക്ക് ബിസിനസ് തലത്തിൽ, ക്രിയേറ്റീവ് തലത്തിൽ, അതുപോലെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്, എഴുത്തിലേർപ്പെടുന്നവർക്ക്, പ്രഭാഷണം നടത്തുന്നവർക്ക്, മനഃശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, കൃഷിയിൽ വ്യാപൃതരായവർക്ക് അവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. പക്ഷേ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ രാശി മാറ്റങ്ങൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ഇപ്പോൾ ആദ്യം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും. ഇപ്പോൾ ചിങ്ങക്കുറുകാരെ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ 2ാം ഭാവാധിപനാണ്. ബുധൻ 11ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 5 രാശി മാറുന്നത്. അപ്പോൾ ആഗസ്റ്റ് 21 വരെ ബുധൻ 12ാം ഭാവരാശിയിലായിരിക്കും. അതിനുശേഷം ആ ബുധൻ ജന്മരാശിയിലേക്ക് വരികയാണ്. അതേസമയം 12ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായി നിൽക്കുന്നു. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യനും ആഗസ്റ്റ് 16 വരെ 12ാം ഭാവരാശിയിൽ ഉള്ള സമയമാണ്. അപ്പോൾ ഈ 12ാം ഭാവരാശിയിലാണ് ജന്മരാശ്യാധിപൻ നിൽക്കുന്നത്, ബുധൻ വരുന്നത്, ഗുരു നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളെയൊക്കെ നിരീക്ഷിക്കുക, സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക, ചർച്ചകളിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രവിച്ച്, ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്ന സമയമാണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ അതൊക്കെ നമ്മുടെ അമിത ചിന്തകളൊക്കെ കുറയ്ക്കുന്നതിന് ഇതൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ചിലരെ സംബന്ധിച്ചുള്ള ഈ 12ലാണ് ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത്. അതുപോലെ ഗുരു, അതുപോലെ ബുധൻ ഒക്കെ വരുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഈ ഉറക്കക്കുറവിന് അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസിനൊക്കെ സാധ്യത ഉള്ള സമയവും കൂടെയാണ്. ചിലർക്ക് ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ സമയത്ത് പണം ചിലവാകും എന്ന് പറയാം. പ്രത്യേകിച്ച് 12ൽ 3 ഗ്രഹങ്ങൾ വരുമ്പോൾ പണച്ചെലവ് ഉണ്ടാകും. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, ഭാവിയിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവുണ്ടാകും. പ്രത്യേകിച്ച് ചിലപ്പോൾ ആതുര പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തു വരാം. ആത്മീയ കാര്യങ്ങൾക്ക്, തീർത്ഥയാടന യാത്രകൾക്ക്, അതുപോലെ വിദേശ യാത്രകൾക്ക്, ദൂരയാത്രകൾക്ക്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പണച്ചെലവ് കൂടാം. ചിലപ്പോൾ ഈ പഴയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന ഒരു സമയം കൂടെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ധ്യാനം, അതുപോലെ ധ്യാനത്തിൽ ഫോക്കസ് ചെയ്യുക, ഉപാസനാദി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബുധൻ 2ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 2ാം ഭാവാധിപനായ ബുധൻ 12 വരിക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഈ ശയന സുഖത്തിന് വേണ്ടി പണം ചിലവാക്കും എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ചിലപ്പോൾ പണച്ചെലവ് ഉണ്ടാകും. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയും പണച്ചെലവ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൽ പങ്കാളിയായിട്ട് അതിൽ പണച്ചെലവ് ഉണ്ടാകാം. അപ്പോൾ പൊതുവെ നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിയിൽ
ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഏറ്റക്കുറച്ചിൽ ഈ സമയത്തുണ്ടാകും, ഒരു സ്ഥിരതക്കുറവ് ഈ സമയത്ത് കാണാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ 12ലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 21 വരെ നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു കെയർ കൊടുത്ത് പോകണം. ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് വേണം. അങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ അനാവശ്യ ചിലവൊക്കെ കുറച്ച് ധനനഷ്ടം ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ധനഭാവാധിപനാണ് വ്യയസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ നമുക്ക് ഈ വളരെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വയ്ക്കുന്ന ഒരു സമയം കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. ബുധൻ 11ാം ഭാവാധിപനും കൂടെയാണ്. 11ാം ഭാവാധിപൻ 12ലൊക്കെ വരുമ്പോൾ മറ്റു ചില നേട്ടമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ വിദേശത്തുള്ള നമ്മുടെ സൗഹൃദങ്ങൾ വഴിയോ ഒക്കെ തന്നെ ചിലപ്പോൾ നമ്മുടെ കൈവശം പണം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട്. നമ്മുടെ അന്തർദേശീയമായിട്ടുള്ള ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, അതുപോലെ നമ്മൾ ഈ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക്, ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, ഈ ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, അതുപോലെ ഗവേഷകർക്ക്, അതുപോലെ അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ഗുണാനുഭവം ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഇപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടെയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ ബുധനും അതുപോലെ ഗുരുവും സൂര്യനും ഒക്കെ തന്നെ 6ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഈ 6ലൊക്കെ ഈ 3 ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂല സമയമാണ്. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അതുപോലെ ഈ 6ലൊക്കെ സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ബുധൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തൊഴിലന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ഈ കോവർക്കേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് തൊഴിലിടത്ത് അത് കോവർക്കേഴ്സ് ആയാലും അതുപോലെ തന്നെ മേലധികാരികളോടായാലും നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്നവരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ 6ലൊക്കെ ആ 3 ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് തൊഴിൽ അന്തരീക്ഷം, തൊഴിലിടത്ത് പ്രായോഗിക ബുദ്ധിയൊക്കെ പ്രയോഗിക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ ഏത് ചലഞ്ചസിനെയൊക്കെ നമുക്ക് യുക്തിസഹമായിട്ട് ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സമയമാണ്. അപ്പം അതിനൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ കഴിവതും നമ്മൾ ഈ നഷ്ടങ്ങളിൽ, അമിത ചെലവുകളിലൊക്കെ തന്നെ കൂടുതൽ വിഷണനാകാതെ ഭാവി കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഈശ്വരചിന്ത കൂട്ടി ധ്യാനം, ഉപാസനാദി കാര്യങ്ങളിലൊക്കെ മനസ്സർപ്പിച്ച് പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ഈ ബുധൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നിലഗ്നക്കാർക്കും ജന്മ ലഗ്ന രാശ്യാധിപനാണ് ബുധൻ. അതുപോലെ 10ാം ഭാവാധിപനുമാണ് ബുധൻ. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ അവരുടെ 11ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 5-ന് രാശി മാറുന്നത്. ആഗസ്റ്റ് 21 വരെ ആ ബുധൻ 11-ൽ ഉണ്ടാകും. 11-ൽ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 11-ൽ ആഗസ്റ്റ് 16 വരെ സ്ഥിതി ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവെ ജന്മലഗ്ന രാശ്യാധിപൻ ആണ് ബുധൻ. ആ ബുധൻ 11 വരിക എന്ന് പറയുമ്പോൾ അത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ്, ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ ചില ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്നതിന് അനുകൂല സമയം എന്ന് പറയാം. അപ്പോൾ പഴയ സൗഹൃദങ്ങൾ പുതുക്കുക വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനനേട്ടം ഉണ്ടാകും. ബുധൻ അവിടെ വരുന്നു, അതുപോലെ 10ാം ഭാവാധിപനെ ബുധൻ വരുന്നു, ഗുരു വരുന്നു, അതുപോലെ സൂര്യൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ, ധനവരവ് ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പായിട്ട് ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലിടത്ത് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദീർഘകാല ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ അതിന് അനുകൂലമായിട്ട് അത് പ്ലാൻ ചെയ്യുന്നതിനും അതിനുള്ള സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കുന്നതിന് അനുകൂല സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപൻ 11 നിൽക്കുന്നത്
മാത്രമല്ല ബുധൻ 10ാം ഭാവാധിപനും കൂടിയാണ്. അപ്പം ഈ 10ാം ഭാവാധിപനായ ബുധൻ 11 വരിക, 10ന്റെ 2 ഈ 11 എന്ന് പറയുന്നത്. അപ്പം കർമ്മസംബന്ധമായ നേട്ടങ്ങൾക്ക് വഴിതെളിക്കും. അപ്പം 10ാം ഭാവാധിപൻ 11 വരുമ്പോൾ കരിയർ തലത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഗുരുവും അവിടെ ഉച്ചനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കരിയർ വഴി നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഈ അസോസിയേഷൻ വഴി ഒക്കെ തന്നെ നമുക്ക് ഗുണാനുഭവങ്ങളുണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, ഇവയൊക്കെ തന്നെ നമുക്ക് തൊഴിൽ നേട്ടങ്ങൾക്ക്, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും അവരുടെയൊക്കെ സഹായം കിട്ടുന്ന സമയമാണ് എന്നും കൂടെ പറയാം. അപ്പം പൊതുവേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ തൊഴിലിടത്തൊക്കെ നമുക്ക് പ്രയോഗിക്കാമെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കൂടുതൽ കിട്ടാൻ അനുകൂല സമയമാണ്. അതൊക്കെ നമുക്ക് തൊഴിലിടത്ത് ഗുണാനുഭവം ഉണ്ടാക്കുമെന്ന് പറയാം. ഇപ്പോൾ പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നേട്ടത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ അവരുടെ കഴിവ് അവർക്ക് ഈ കരിയർ തലത്തിൽ ഗ്രോത്തിന് സഹായമാകും. തൊഴിൽ അന്വേഷകർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ട് സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എഴുത്തുകാർ, പുസ്തക പ്രസാധകർ, അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അഡ്വർടൈസിങ് ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ആ ബുധൻ്റെ 11ലെ സ്ഥിതി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ബുധനും ഗുരുവും അതുപോലെ സൂര്യനും ഒക്കെ തന്നെ ഈ കുറുകാരുടെ 5ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ അവർ ശോഭിക്കും. അക്കാഡമിക് തലത്തിലൊക്കെ വളരെ നേട്ടം ഉണ്ടാകും. നല്ല പെർഫോമൻസ് പരീക്ഷകളിലൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. ഉപാസനാദി കാര്യങ്ങളിൽ ഫോക്കസ് കൂടും. അതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഒക്കെ, സാമ്പത്തികമായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ വിജയപ്രദമാകുന്ന സമയമാണ്. സന്താനങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. അവരുടെ പഠനത്തിലൊക്കെയും ഒരു ഗൈഡൻസ് കൊടുക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും. അതുപോലെ തന്നെ ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂല സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഈ സ്പോർട്സ്, ഗെയിംസ് ഇവകളിലൊക്കെ അവർക്ക് അനുകൂല സമയമാണ്. വാണിജ്യ വ്യാപാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധനും 10ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് വരുന്നു എന്നുള്ളതുകൊണ്ട് തൊഴിൽ നേട്ടം, ധനനേട്ടം, ആഗ്രഹ സാഫല്യം, ഇത് മൂന്നും സാധ്യമാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ബുധൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പം ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർ. ഇപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ ഭാഗ്യഭാവാധിപനാണ്, 9ാം ഭാവാധിപനാണ്. അതുപോലെ 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആഗസ്റ്റ് 5-ന് അവരുടെ കർമ്മസ്ഥാനത്തേക്ക് 10ലേക്കാണ് രാശി മാറുന്നത്. ആഗസ്റ്റ് 21 വരെ ബുധൻ 10-ലുണ്ടാകും. 10 ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുപോലെ 10 സൂര്യനും ആഗസ്റ്റ് 16 വരെ സ്ഥിതി ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗ്യഭാവാധിപൻ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് 10 വരുന്നത്. അതൊരു രാജയോഗമാണ് എന്ന് പറയുമ്പോൾ അവരുടെ തൊഴിലിൽ ഈ കുറുകാർ അവരുടെ തൊഴിലിൽ അവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയം എന്ന് പറയാം, അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളുടെ സമയം എന്ന് പറയാം. അതുപോലെ പ്രത്യേകിച്ച് ചില മേഖലകളിൽ, ഇപ്പോൾ ടീച്ചിങ് മേഖല, മാനേജ്മെൻറ്റ് മേഖല, കൺസൾട്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, നിയമമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനാണ് 10 വരിക എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരുടെ കടാക്ഷം, ഈശ്വര കടാക്ഷം, അതുപോലെ പിതാവിൻ്റെയൊക്കെ സ്വാധീനം തൊഴിലിൽ കൂടാവുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് ഭാഗ്യാനുഭവം ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ തന്നെ തൊഴിൽ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ നമുക്ക് ഉയർന്ന അധികാരങ്ങൾ, പ്രശസ്തി, കാരണം 10 സൂര്യൻ നിൽക്കുന്നു, 10 ഗുരു നിൽക്കുന്നു, 10 ബുധൻ നിൽക്കുന്നു. അപ്പോൾ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നതിനും പ്രശസ്തി
കൂടുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബുധൻ 12ാം ഭാവാധിപനും കൂടെയാണ്. 12ാം ഭാവാധിപന് 10ഉമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ ഹാർഡ് വർക്കൊക്കെ നടത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈശ്വരചിന്ത കൂടുന്നത് അവർക്ക് ശരിയായ മാർഗേണ അവർക്ക് അവരുടെ കർമ്മമണ്ഡലം വിപുലമാക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും. അതൊക്കെ സ്ട്രെസ് കുറയുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. അതുപോലെ ബുധൻ 12ാം ഭാവാധിപനും കൂടെ ആയതുകൊണ്ട് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽ ഈ സമയത്തുണ്ടാകാം. 12ാം ഭാവാധിപൻ 10ൽ വരുമ്പോൾ അതുപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്ലാനിങ് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേസമയം കരിയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ ഇവയ്ക്കൊക്കെ അല്പം പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അനുകൂല സമയമാണ്. ഏത് സംരംഭത്തിലും അവർക്ക് വിജയിക്കാൻ കഴിയും. ഇപ്പം നേരെ വാ നേരെ പോ എന്നുള്ള ഒരു സ്വഭാവക്കാരായിരിക്കും പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാർ. അവർക്ക് വിഷയങ്ങളിൽ ഏത് വിഷയത്തിലായാലും അതിലൊരു പാണ്ഡിത്യം ഉണ്ടാകും. തൊഴിലിടത്ത് ആ പാണ്ഡിത്യമൊക്കെ അവർക്ക് അവരുടെ പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ തൊഴിലിടത്തൊക്കെ അപ്ലൈ ചെയ്യാൻ ബുധൻ 10ൽ വരുന്നത് നല്ലതാണ്. ഭാഗ്യഭാവാധിപനും കൂടിയാണ് ബുധൻ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടൊക്കെ ഗുണാനുഭവം, ഇവിടെ പോയി നമ്മൾ സംസാരിച്ചാലും അവിടെ ആ ഒരു ഇംപ്രസീവായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മാറുന്ന സമയമാണ്. മറ്റുള്ളവരെ ആകർഷിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രൊമോഷനൊക്കെ അനുകൂല സമയമാണ്. ബിസിനസ് വഴിയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ബുധനും ഗുരുവും അതുപോലെ സൂര്യനും ഒക്കെ തന്നെ ഇവരുടെ 4ാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. പരീക്ഷകളിലൊക്കെ നല്ല മികവ്, നല്ല കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. പഠനത്തിലും പ്രൊഫഷണൽ തലത്തിലും കുടുംബത്തിലും ഒക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ കുടുംബത്തിലെ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടാൻ നമുക്ക് കമ്മ്യൂണിക്കേഷന് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും. അതൊക്കെ നമ്മുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. വസ്തു, വാഹനം, അതുപോലെ വീട് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീട് പുതുക്കുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിരിക്കും 4ൽ ബുധൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത്. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കുറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 8ഉം 11ഉം ഭാവാധിപതിയാണ് ബുധൻ. അപ്പോൾ ആ ബുധൻ ഭാഗ്യസ്ഥാനത്തേക്കാണ് ആഗസ്റ്റ് 5ന് രാശി മാറുന്നത്. ആഗസ്റ്റ് 21 വരെ ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. അപ്പോൾ 9ൽ ബുധൻ ഉച്ചനായിട്ട് നിൽക്കുന്ന സമയമാണ്. 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ ഉച്ചസ്ഥിതനാണ്. അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും 9ൽ ആഗസ്റ്റ് 16 വരെ സ്ഥിതി ഉള്ള സമയമാണ്. അപ്പോൾ ബുധൻ 8ാം ഭാവാധിപനാണ്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനാണ് 9ലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിന്, നിഗൂഢമായിട്ടുള്ള വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന്, അത് പഠിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ഗുരുക്കന്മാർ, അധ്യാപകർ, മുതിർന്നവർ, പിതാവ് ഇവരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, ഇവരുമായിട്ടുള്ള ആശയവിനിമയം ഇവയൊക്കെ തന്നെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് പുതിയ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ കൂട്ടുന്നതിന് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ഈ കൂറുകാരുടെ കാഴ്ചപ്പാടുകളിൽ, വീക്ഷണങ്ങളിലൊക്കെ ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം ഈ സമയത്ത് ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ടീച്ചേഴ്സിന് അനുകൂല സമയമാണ്. 9ലാണ് ആ ബുധൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫിലോസഫേഴ്സ് അവർക്കൊക്കെ അനുകൂല സമയമാണ്.
ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തൂടെ പോകുമ്പോൾ ആ അഷ്ടമ സ്ഥാനത്തിന് ഒരു ഭാഗ്യാനുഭവം, പ്രത്യേകിച്ച് ഗവേഷണത്തിന്, അതുപോലെ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ നിഗൂഢ വിഷയങ്ങൾ പഠിക്കുന്നതിനും അതിൽ കൂടുതൽ പാണ്ഡിത്യം ആർജിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടീച്ചേഴ്സ്, ഗുരുക്കന്മാർ, അതുപോലെ നമ്മുടെ പ്രത്യേകിച്ച് 11ാം ഭാവാധിപനും കൂടെയാണ് എന്നുള്ളത് കൊണ്ട് മൂത്ത സഹോദരന്മാർ, ഇവർ വഴിയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും അതുവഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ആത്മജ്ഞാനമൊക്കെ കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഇൻഹെറിറ്റൻസ് വഴിയാകാം, ഇൻഷുറൻസ് വഴിയാകാം, ചിലപ്പോൾ ഭാഗ്യക്കുറി അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉപാധികളിലൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴി ചിലപ്പോൾ ഭാഗ്യാനുഭവം ഉണ്ടാകാം. ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ അഷ്ടമ ഭാവാധിപനും 11ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തൂടെ പോകുന്നത് ഗുണം ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും. ധാർമ്മിക ചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. അത് വളരെ ഗുണം ചെയ്യും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് നടത്തി നമുക്ക് അത് കൈവരിക്കാനൊക്കെ സമയം അനുകൂലമാണ്. ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ കഴിവിലൊക്കെ കൂടുതൽ വിശ്വസിക്കുക. തൊഴിലിൽ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ചിലപ്പോൾ വർക്ക് പ്രഷറൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒഫീഷ്യൽ തലത്തിൽ മേലുദ്യോഗസ്ഥരോടൊക്കെ നല്ല വിനയപൂർവമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനൊക്കെ നടത്തുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ പ്രത്യേകിച്ച് ഈ ബുധനും ഗുരുവും സൂര്യനും ഒക്കെ തന്നെ അവരുടെ 3ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പം 3ാം ഭാവരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ശക്തമാകും. എഴുത്തുകാർ, അതുപോലെ പ്രസാധകർ, അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, ഇവർക്കൊക്കെ ഈ 3ാം ഭാവരാശിയിൽ പ്രത്യേകിച്ച് സൂര്യൻ, ഗുരു, ബുധൻ ഒക്കെ 3ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഗുണമുണ്ടാകും. അയൽവക്കക്കാരുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തുറന്ന ചർച്ചയിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സമയം കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു ഭൗതിക നേട്ടങ്ങളെക്കാളും നമുക്ക് നമ്മുടെ ആന്തരികമായിട്ടുള്ള ഒരു ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തൂടെ സഞ്ചരിക്കുമ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.